എനിക്ക് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചിലവർ പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. ഈ മുഖത്തുനിന്ന് വരുന്ന എക്സ്പ്രഷൻസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പോളിഷ്ഡ് ഒക്കെ ചെറുതായിട്ടൊക്കെ ആയെന്നുള്ളത് എനിക്ക് അറിയാം കേട്ടോ. തെളിയിക്കാൻ വേണ്ടിയാ. താങ്ക് ഗോഡ്, ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആൾക്കാർ എന്നോട് കഥ പറയാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. അടുത്ത് നമ്മൾ മെയിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി 2025 ക്രിസ്മസ് റിലീസ്. ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം കോമഡി ആയിട്ടൊരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചതൊരു കുറേ നാളുകൾക്ക് ശേഷം ഒരു മുഴുനീള ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. എന്നെ ഇതുവരായിട്ട് സ്ക്രീനിൽ കാണാത്ത രീതിയിലുള്ള ഒരു ലുക്ക് ആയിരുന്നു അഭിലാഷ് കുമാർ എന്നുള്ള ആ ക്യാരക്ടറിന് ആവശ്യം. പ്രോണക്സ് ആയിട്ട് ഷംസു ഡിസ്കസ് ചെയ്തിട്ട് എന്നോട് മുടിയും താടിയും മീശയൊക്കെ വളർത്താൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ അവിടെ നിന്നൊക്കെ പൊങ്ങിയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ഷേ അത്ര ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല. ഞാൻ റോണക് സേട്ടൻ്റെ അടുത്ത് ഈ കഥയുടെ ഒരു ഐഡിയ മാത്രം പറഞ്ഞു. അപ്പോൾ പുള്ളിയാണ് മുടി നീട്ടി വളർത്താൻ പറയും. ഞങ്ങൾ അന്ന് ആ സമയത്ത് ശിവകാർത്തികേൻ്റെ ഒരു പടം ഇറങ്ങി. അപ്പോൾ പുള്ളി എനിക്ക് പെട്ടെന്ന് ഇതാ കാണിച്ചത്. അപ്പം ഞാൻ ഇതൊക്കെ വർക്കാവും ആ മൂഡിൽ ഞാൻ നിൽക്കുന്നത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം, ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഇബ്രഹാം. ഇന്ന് തട്ടുനോക്കിയിട്ടിരിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിലൂടെ ഓൾറെഡി ഹിറ്റായിട്ടുള്ള അഭിലാഷ് മൂവി തിയേറ്ററിലേക്ക് എത്തുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈജു കുറുപ്പ്, മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി കെ നായർ, ഡയറക്ടർ ഷംസു സൈബ. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. കുറച്ച് കാലമായിട്ട് ഇപ്പം സീരിയസ് ആയി അല്ലെങ്കിൽ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്ത് മൊത്തത്തിൽ ഗൗരവം പിടിച്ച് ചേട്ടൻ ഇന്നല്ലേ അത് ഇന്നൊരു ഇടയ്ക്കൊരു ബ്രേക്ക്. തീർച്ചയായും ഒരു അഭിലാഷം എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഡ്രീമിന്റെ പൂർത്തീകരണമാണോ? അതായത് ശരി, അഭിലാഷം എന്ന് പറഞ്ഞാൽ വിഷ് എന്നാണല്ലോ. അപ്പോൾ അഭിലാഷ് കുമാർ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അഭിലാഷിനൊരു വിഷുണ്ട്, ഒരു അഭിലാഷമുണ്ട് ജീവിതത്തിൽ. അപ്പം അത് എന്താകും എന്നുള്ളതാണ് നമ്മുടെ സിനിമ പറയുന്നത്. അപ്പോൾ ഇനി ഷംസുവിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയായിരുന്നു സൈജു ചേട്ടൻ ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെട്ടത്? ഇത് ഞങ്ങൾ സൈജു ചേട്ടന് വേണ്ടി ആലോചിച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിനിമയാണ്. നമുക്കൊരുമിച്ചൊരു സിനിമ ചെയ്താലോ എന്നുള്ളൊരു സൈചേട്ടൻ്റെ ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങളൊരു കഥ ആലോചിച്ച് തുടങ്ങുന്നത്. നമ്മുടെ റൈറ്റർ ജനിത് കാച്ചപ്പള്ളി, അതുപോലെ തന്നെ അസോസിയേറ്റ് റൈറ്റർ ആയിട്ടുള്ള ജിഷ്ണു, ഇവരൊരുമിച്ചാണ് തുടങ്ങിയത്. പിന്നീട് വിഷ്ണു എന്ന് പറയുന്നൊരു ആളോട് അസോസിയേറ്റ് റൈറ്ററായിട്ട് ജോയിൻ ചെയ്തു. അപ്പം നമ്മൾ തുടക്കത്തിൽ സൈജു കുറുപ്പ് എന്ന് പറയുന്ന നടനെ വെച്ചൊരു സിനിമ എന്നുള്ളൊരു പ്ലാനിൽ വർക്കൗട്ട് ചെയ്തതാണ്. അപ്പം അങ്ങനെ പല കഥകൾ, പല കഥാപാത്രങ്ങൾ ആലോചിച്ച് അങ്ങനെയാണ് അഭിലാഷം സംഭവിക്കുന്നത്. തൻവി എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടറിലേക്ക് തൻവിനെ കൊണ്ടുവരാം? സൈചേട്ടൻ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സൈചേട്ടന് മനസ്സിൽ കണ്ട് എഴുതി ഡെവലപ്പായി. സൈചേട്ടനും കഥ ഇഷ്ടപ്പെട്ട് അത് കംപ്ലീറ്റ്ലി നമ്മൾ ബാക്കി പ്രോസസ്സ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അഭിലാഷിനോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഭിലാഷാണ് ഇതിലെ സെൻട്രൽ പോയിന്റ് എന്നുണ്ടെങ്കിലും അഭിലാഷിനേക്കാൾ ഏറെ ആൾക്കാർ ഉൾക്കൊള്ളേണ്ട കഥാപാത്രം ഷെറിൻ എന്ന് പറയുന്ന നായിക കഥാപാത്രമാണ്. കാരണം ഷെറിനോടുള്ള അഭിലാഷിൻ്റെ ഇഷ്ടമാണ് സിനിമ പറയുന്നത്. അപ്പം അത് ആൾക്കാർക്ക് കണക്റ്റ് ആവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. അപ്പം നമ്മളൊരു നായികാ പ്രാധാന്യമുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു കനമുള്ള കഥാപാത്രമാണ്. അത്യാവശ്യം ഇമോഷൻ വേരിയേഷൻസ് ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് ക്യാരി ചെയ്യാൻ അറിയുന്ന ഒരാളാവും വേണം. പിന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നൊരു കാര്യം, ഇപ്പം സൈജു കുറുപ്പ് അഭിലാഷിനെ ചെയ്യുമ്പോൾ അതിലൊരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ട്. കാരണം സൈചേട്ടൻ ഒരുപാട് ചെയ്ത് മടുക്കാത്തൊരു കഥാപാത്രമാണത് ആക്ച്വലി. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഷെറിനായിട്ട് വരുമ്പോഴും അധികം നമുക്ക് അത്തരത്തിലുള്ള കഥാപാത്രം ചെയ്യാത്ത ഒരാൾ വേണം എന്നുള്ളത് നമ്മുടെ തുടക്കം തൊട്ടുള്ള നിർബന്ധമാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാൾ വേണം. അതിലുപരി നമ്മൾ ആക്ച്വലി അർജുൻ അശോകൻ താജു എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ നമ്മൾ ഓൾമോസ്റ്റ് സിനിമ പുരോഗമിക്കുമ്പോൾ തന്നെ നമ്മൾ അതും വർക്കൗട്ട് ചെയ്തിരുന്നു. പ്രൊജക്ട് ഓണായ സമയം തന്നെ അർജുൻ ഇതിൻ്റെ ഭാഗമാണ്. ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നൊരു കഥാപാത്രം കൂടിയാണ് ഷെറിൻ്റെ കഥാപാത്രം. അപ്പോൾ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ തൻവിയിലേക്ക് എത്തുമ്പം ഈ രണ്ടു പേർക്കും മാച്ച് ആവുകയും വേണം, എന്നാൽ ഈ പറഞ്ഞ കഥാപാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളാവും വേണം. പിന്നെ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തൻവി തട്ടുവിട്ട് വന്നപ്പം അല്ലെങ്കിൽ തൻവി ഇത് ചെയ്തപ്പം അതിനൊരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് വന്നിട്ടുണ്ട്. അത് സിനിമക്ക് ഗുണം ചെയ്യും. ഇങ്ങനൊരു സിനിമ ഒരുക്കുമ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് അതിനകത്തെ പാട്ടുകൾ ആളുകളിലേക്ക് എത്തുന്ന പാട്ടുകളായിരിക്കണം. ആ ഒരു സിറ്റുവേഷൻസായിട്ട് വളരെ യോജിച്ചിട്ടുള്ളൊരു പാട്ടായിരിക്കണം. ഇപ്പം ശ്രീഹരി ആ ഒരു ഡ്യൂട്ടി ഏറ്റവും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് തട്ടത്തിലെന്ന് പറയുന്ന പാട്ട് ഇറങ്ങിയ സമയത്ത് അത് ട്രെൻഡിങ്ങിൽ കയറിയതൊക്കെ. അപ്പം ശ്രീഹരിയിലേക്കുള്ള ആ ഒരു ഇതെങ്ങനെയായിരുന്നു? ഞങ്ങളൊരു 8-10 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. 10 വർഷത്തെ സൗഹൃദമാണ്. ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് തുടങ്ങിയ സുഹൃത്തുക്കളാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ സിനിമ ചെയ്യുമ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പണ്ട് പറയുമായിരുന്നു സിനിമ സ്വപ്നം കാണുന്ന സമയത്ത്.
അപ്പം അതിന് ആക്ച്വലി അതിന് നന്ദി പറയാനുള്ളത്, അല്ലെങ്കിൽ ശ്രീഹരിയെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഞാനൊരു കാരണക്കാരനാകുമ്പോഴും അതിൻ്റെ കൂടുതലും കടപ്പാട് ഞങ്ങൾക്കുള്ളത് ദുൽഖറിനോടാണ്. ദുൽഖർ സൽമാൻ, വേഫർ ഫിലിംസ്, ഗ്രിഗറി, ഇവർ ആക്ച്വലി ശ്രീഹരി ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് ശ്രീഹരി എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാകുന്നത്. കാരണം ഞാനും കമ്പാരിറ്റീവ്ലി പുതിയ ആളാണ്, മീൻസ് എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു മണിയല്ല അശോകൻ ചെയ്യുന്ന സമയത്ത്. അപ്പം ചില ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഒബ്വിയസ്ലി എല്ലാവരും സ്ട്രോങ് ആക്കാൻ ടെക്നീഷ്യൻസിനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ പ്രിഫർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അവിടെ ദുൽഖർ എല്ലാവരും പുതിയ ആൾക്കാരാണ്, എല്ലാവരും നല്ല ഒരു പുതുമയുണ്ട് ഇതിനെല്ലാത്തിനും എന്ന് പറഞ്ഞിട്ട് ശ്രീഹരി ആക്സെപ്റ്റ് ചെയ്യുന്നത് ദുൽഖറാണ് ആദ്യമായിട്ട്. അപ്പം ശ്രീഹരി ഇപ്പം ഇന്നിരിക്കാൻ കാരണക്കാരിലൊരാൾ ദുൽഖർ സൽമാനാണ്. ആ ഒരു ജേർണി എങ്ങനെ കാണുന്നു ശ്രീഹരി? ഞാൻ വളരെ ചെറുതായിരുന്നു സമയത്ത്, 23 വയസ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നല്ലോ മണിയാ ചെയ്യുന്ന സമയത്ത്. ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ഫിലിം ചെയ്യാൻ പറ്റുക പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഞങ്ങൾക്കൊരു വലിയൊരു ഓപ്പണിങ്ങാണ് കിട്ടിയത്. അപ്പോൾ ഉണ്ടായ ഒരു വികാരം എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ജേണി. അതായത് കുറേ നല്ല സിംഗേഴ്സിനെ വെച്ച് പാടിപ്പിക്കാൻ പറ്റി, വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു, തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആദ്യം തന്നെ വലിയ ചലഞ്ചസ് ഒന്നും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ദുൽഖർ പാടി, സിദ്ധു പാടി, ഹരിശങ്കർ പാടി. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും ഞാൻ വിചാരിച്ച ആൾക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പാടിപ്പിക്കാനൊക്കെ പറ്റി. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡെബ്യൂ ഫിലിമിൽ ഒരു അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരെ ദുൽഖർ വേഫർ പ്രൊഡക്ഷൻ തന്നത്. അപ്പോൾ ഭയങ്കര അവരെപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ആ കാര്യത്തിൽ. തട്ടത്തിൽ പാട്ടൊക്കെ ചെയ്തിട്ട് അത് സൈചേട്ടനെ കേൾപ്പിച്ചപ്പോൾ സൈചേട്ടനുണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? ഉറപ്പ് ഹിറ്റെന്ന് നമുക്ക് അന്നേ തോന്നിയായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ദുഃഖം എന്തായിരുന്നു വെച്ചാൽ, ഞങ്ങൾ പാർട്ടായിരുന്നില്ല ആ പാട്ടിൻ്റെ. ഞങ്ങളുടെ ബാല്യകാലത്തിൽ നടക്കുന്ന സംഭവമായിട്ടാണ് അത് ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് എൻ്റെയും തൻവിയുടെയും കൺസേൺ നമ്മൾ ഷംസുമായിട്ട് ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഷംസു അന്നേ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, നമ്മളിത് യൂട്യൂബിൽ നമ്മളിത് വിഷ്വലായിട്ട് ഇത് ഇടുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇടയ്ക്ക് കട്ട്സ് വരും. കാരണം നിങ്ങളുടെ ബാല്യകാലമാണെന്നുള്ളതും കൂടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതെ, പിന്നെ ഒരു സമാധാനമായി. ഈ സാഹിത്യേട്ടന് കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പോയി, അല്ലെങ്കിൽ തൻവിക്ക് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള 2 പിള്ളേരെ എവിടെ പോയി ഒപ്പിച്ചെടുത്തു ഷംസു? അത് നമ്മൾ കാസ്റ്റിംഗ് കോൾ ഇട്ടിരുന്നു, പക്ഷെ നമുക്ക് നമ്മൾ ഓഡിഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു ആക്ച്വലി. കാരണം നമ്മൾ കാസ്റ്റിംഗ് കോൾ ഇടുന്ന സമയം തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് കിച്ചുവിനെ നമുക്ക് റെഫർ ചെയ്തു. കാരണം നമ്മൾ കിച്ചുവിനെ വസുദേവ് എന്നാ പേര്, വസുദേവിനെ നമ്മൾ പുഴു എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ മകനായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ സൈചേട്ടൻ്റെ ചെറുപ്പം ചെയ്യാൻ ഇവനൊക്കെയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ നേരിട്ട് വന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഓക്കെയാണ്. അത് ഒരു ഹൈറ്റും പരിപാടികളും എവിടേക്കോ, പിന്നെ ഇവൻ നല്ല നടനാണ് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അവൻ പിടിക്കും, അവൻ മാൻഡസം പിടിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വസുദേവിനെ മാത്രമേ നമ്മൾ വിളിച്ചു വരുത്തി ഒന്ന് കണ്ട് സംസാരിച്ചപ്പോൾ തന്നെ ഫിക്സ് ചെയ്തു. നിമ്നയും അതുപോലെ തന്നെ. നിമ്നയുടെ പ്രൊഫൈൽ കണ്ടു കാസ്റ്റിംഗ് കോളിൽ. പ്രൊഫൈൽ കണ്ട് ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്തപ്പം നമുക്ക് ഈ കുട്ടി കൊള്ളാം എന്ന വൈബ് സെറ്റായി. പിന്നെ ഈ സിനിമയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പം സിനിമയ്ക്കകത്ത് എങ്ങനെ വരും എന്നറിയാൻ വേണ്ടി മാത്രം ഒന്ന് വിളിച്ചു വരുത്തി. ഒരു 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ അതും നമുക്ക് സെറ്റാണ്. അപ്പം അന്ന് ആക്ച്വലി നിമ്നനെ കാസ്റ്റിങ്ങിന് വേണ്ടി വിളിച്ച സമയത്ത് ഞങ്ങൾ തൻവീനെയും കൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചുമ്മാ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷെ അത് നമുക്ക് അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടി. നമ്മുടെ ക്യാമറ ഈ നിമ്നനെ ആക്ച്വലി ഇപ്പം പാട്ട് ഇറങ്ങിയപ്പം കമന്റ് ബോക്സിൽ പല നടിമാരുടെ ഫീച്ചേഴ്സും പറഞ്ഞ് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഇവരുടെ ചെറുപ്പം എന്നുള്ളത് ആൾക്കാർക്ക് ഭയങ്കര കൺവിൻസിങ് ആയി. രണ്ടുപേർക്കും അത് ഭയങ്കര, ഞങ്ങൾക്ക് അത് ലക്കാണ്, സംഭവിക്കുന്നതാണ് ആക്ച്വലി. അപ്പം രണ്ടുപേരും ഇപ്പം കിച്ചുവിലേക്ക് എത്തുന്നത് ഒരു സുഹൃത്തിന്റെ റെഫറലാണ്. നിമ്ന നമ്മുടെ ഓഡിഷനിൽ അയച്ചിട്ടുവാണെന്നുള്ളതാണ്. സൈചേട്ടന്റെ ലുക്ക് അതുപോലെ ഇപ്പൊ ഹെയർ ഒക്കെ ഒന്ന് കുറച്ച് ഡിഫറെന്റ് ആക്കി, ആ ഒരു സാധനമൊക്കെ സൈചേട്ടന്റെ ഐഡിയ ആയിരുന്നു? അത് എങ്ങനെയായിരുന്നു ഫിക്സ് ചെയ്തത്? അയ്യോ, എൻ്റെ ഐഡിയ ആയിരുന്നില്ല. ഷംസുവിന് എന്നെ ഇതുവരായിട്ട് സ്ക്രീനിൽ കാണാത്ത രീതിയിലുള്ളൊരു ലുക്ക് ആയിരുന്നു അഭിലാഷ് കുമാർ എന്നുള്ള ആ ക്യാരക്ടറിന് ആവശ്യം. അപ്പം അങ്ങനെ റോണക്സ് ആണ് ഷംസുവിൻ്റെ 2 പടവും ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിലും റോണക്സ് തന്നെയാണ്. റോണക്സ് ആയിട്ട് ഷംസു ഡിസ്കസ് ചെയ്തിട്ട് എന്നോട് മുടിയും താടിയും മീശയൊക്കെ വളർത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ വളർത്തി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, വെച്ചാൽ എൻ്റെ മുടി വളർന്നു കഴിഞ്ഞാൽ ഒതുങ്ങില്ല. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ അവിടെ നിന്നൊക്കെ പൊങ്ങിയേക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിളിച്ച് ഞാൻ ശല്യം ചെയ്യുമായിരുന്നു, ഞാനൊന്നും കൂടി ചെറുതായി ട്രെയിൻ ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇവർ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഷൂട്ടിൻ്റെ തലേ ദിവസം റോണക്സ് വൈകുന്നേരം വന്നിട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്ത്, താടിയൊക്കെ സെറ്റ് ചെയ്ത്, മീശ സെറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു 6-7 പേരുണ്ടായിരുന്നു നമ്മൾ ആ റൂമിൽ ഇത് സെറ്റ് ചെയ്യണ സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ഷെ അത്ര ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല, കാരണം ഞാൻ ഒരിക്കലും എന്നെ ഇതുപോലെ കണ്ടിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഈ പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിലായിരുന്നു.
പക്ഷേ ലൊക്കേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചില ആൾക്കാരെങ്കിലും വന്നിട്ട് പറയുമായിരുന്നു ഇത് കൊള്ളാമല്ലോ, ഡിഫറെൻറ്റ് ലുക്കാണല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. അതൊന്നും അത്ര ഇതിലെടുത്തില്ല. പക്ഷെ പിന്നെ ഈ പാട്ട് വന്ന് യൂട്യൂബിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്ത് കുറേ പേര് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത്, പിന്നെ അതിൻ്റെ അകത്ത് കുറേ കമൻസും ഒക്കെ, അത് കണ്ടപ്പോൾ ഒരു സമാധാനമായത്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇവർക്കൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ലുക്കിനെ പറ്റി. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അല്ല, അത് കംപ്ലീറ്റ് ക്രെഡിറ്റ് റോണക് ചേട്ടനാണ്. അത് ഞാൻ റോണക് ചേട്ടൻ്റെ അടുത്ത് ഈ കഥയുടെ ഒരു ഐഡിയ മാത്രം പറഞ്ഞു, ഇതാണ് കഥ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി കാരണം ഇത് സൈജു ചെയ്യാത്തൊരു പരിപാടിയാണ്, അപ്പോൾ സൈജുവിനെ നമ്മൾ ആരും കാണാത്ത ലുക്കിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണം. എനിക്ക് എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷെ അത് എങ്ങനെ ഏത് ലുക്ക് എന്നുള്ളത് എനിക്കും അറിയില്ല. പുള്ളിക്കാരൻ അധികം കണ്ടിട്ടില്ലാത്തൊരു ലുക്കിൽ വേണമെന്നുള്ളായിരുന്നു. അപ്പോൾ പുള്ളിയാണ് മുടി നീട്ടി വളർത്താൻ പറയും. ഞങ്ങൾ അന്ന് ആ സമയത്ത് ശിവകാർത്തികേൻ്റെ ഒരു പടം ഇറങ്ങിയിരുന്നു, പേര് ഞാൻ മറന്നു. അപ്പം പുള്ളി എനിക്ക് പെട്ടെന്ന് ഇതാ കാണിച്ചത്. അപ്പം ഞാൻ ഇതൊക്കെ വർക്ക് ആ മൂഡിൽ ഞാൻ നിൽക്കുന്നത്. പക്ഷെ പുള്ളി സെറ്റാണ്, ഉറപ്പിച്ചോ എന്ന രീതിയിൽ പുള്ളി പറയുന്നു. അങ്ങനെയാണ് നമ്മൾ പുള്ളിയുടെ ഒരു ഉറപ്പ്. അതായത് ഇപ്പം സൈചേട്ടന് ദീർഘവീക്ഷണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ആക്ച്വലി പുള്ളിയെ വിശ്വസിച്ചാൽ നിന്നെ, റോണക് ചേട്ടനെ വിശ്വസിച്ചാൽ നിന്നെ. അങ്ങനെ പുള്ളി എനിക്കൊരു ഉറപ്പ് ഉണ്ടായിരുന്നു. അത് പക്ഷെ വർക്കൗട്ടായി എന്നുള്ളതാണ്. ഓക്കെ, ശ്രീഹരി, നമുക്ക് ആ തട്ടത്തിൽ എന്നുള്ള പാട്ടൊന്ന് കേട്ടാലോ? തട്ടത്തില് തക്കത്തില് തന്നിട്ട് പോയതെന്ത്, നെഞ്ചിൻ വിജാഗിരി തള്ളിത്തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തക്കത്തില് തട്ടത്തില് തന്നിട്ട് പോയതെന്ത്, കാറ്റില് വാസന കാതലിൻ വാസന, ലാഞ്ചന ലാഞ്ചന നെഞ്ചിലാലോചന. ശ്രീഹരിയുടെ മ്യൂസിക് ഡയറക്ഷനിൽ ശ്രീഹരി തന്നെ കൂടുതൽ പാടാറുള്ളത് അല്ലേ? വേറെ ആൾക്കാരെ പാടിയിട്ടുണ്ട്. കുറെ നല്ല അല്ലെ, കുറെ ശ്രീഹരിയുടെ വോയിസിൽ വരാൻ മാച്ച് ആയിട്ടുള്ള പാട്ടുകൾ അങ്ങനെയാണ് അത് ഉണ്ടാവുമ്പോൾ അങ്ങനെ. സുമഹാസി എന്നുള്ള പാട്ട് ഇപ്പൊ ഇറങ്ങിയ അവസാനം ഇറങ്ങിയ പാട്ട് സച്ചിൻ ബാലു എന്ന് പറഞ്ഞ സിംഗറാണ്. സച്ചിനേട്ടൻ്റെ സൗണ്ട് എനിക്ക് ആക്ച്വലി എൻ്റെ സൗണ്ടായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സൗണ്ടാണ് സച്ചിനേട്ടൻ്റെ സൗണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചില സിംഗേഴ്സിനെ ഞാൻ ചൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇതിൽ സച്ചിൻ ബാലു, അതുപോലെ ആശാ ജീവൻ എന്ന് പറഞ്ഞ ഒരു സിംഗറുണ്ട്, പുള്ളി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്റ്റ് ആവുന്ന വോക്കൽ ടെക്സ്ചറാണ്, അങ്ങനെ ചൂസ് ചെയ്തതാണ്. ബാക്കിയൊക്കെ പിന്നെ അങ്ങനെ എൻ്റെ സൗണ്ടായിട്ട് ഒരു സമയമില്ല. അല്ല, ശ്രീഹരി പാടി കേൾക്കുമ്പം നമുക്ക് പിന്നെ ആക്ച്വലി മറ്റൊരു സിംഗറെ തോന്നില്ല. ശ്രീഹരിന്റെ വോയിസിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ ചില സിനിമകളുടെ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളത് മാറാന്നുള്ളതാണല്ലോ. തട്ടത്തിൽ പക്ഷെ ശ്രീഹരി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അല്ല, അത് ഞാൻ എൻ്റെ സൗണ്ടിൽ കേൾക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാനത് വേറെ 2-3 സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിച്ചു. പക്ഷെ അവർ പാടിയതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വിഷ്വലിലേക്ക് വരുന്ന സമയത്ത് സൈചേട്ടൻ പറഞ്ഞ പോലെ സൈചേട്ടനും തൻവീൻ്റെ കുട്ടിക്കാലം കാണിക്കുന്ന ഒരു ആ ഒരു സമയത്തെ വിഷ്വൽ അതിലുള്ള. അപ്പം അതിലേക്ക് ഭയങ്കര ഗാംഭീര്യമുള്ള ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജെല്ലായി പോകണമെന്നില്ല. അങ്ങനെ നമ്മൾ കളക്റ്റീവായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു എൻ്റെ സൗണ്ട് വെക്കാന്നില്ല. അങ്ങനെ എനിക്ക് പിന്നെ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഒരു മടുപ്പുണ്ട് ഓൾറെഡി. പക്ഷേ തട്ടത്തിൽ നിന്നുള്ള സോങ് ആക്ച്വലി ആദ്യം എൻ്റെ വേർഷനാണ് ഇവർ കേൾക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ വേർഷൻ കേട്ട് കേട്ട് വേറെ സിംഗറെ വരുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ സൈചേട്ടൻ ഏതൊക്കെയോ ഇന്റർവ്യൂസിൽ സംസാരിക്കുന്ന കേട്ട് ഒരുപാട് നൊസ്റ്റാൾജി ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളാണോ? ഡെഫിനറ്റ്ലി. അത് എല്ലാവരും പോലെ തന്നെ. അങ്ങനെ ഇപ്പം നമ്മള് നോസ്റ്റാൽജിയ തന്നെ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെയല്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഇപ്പം നമ്മുടെ അതിൻ്റെ അകത്ത് സെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപക്ഷെ ഒരുപക്ഷെ ഒരു സെന്റ് കാരണം തുടങ്ങിയ ഒരു പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ കഥ അങ്ങനെ തുടങ്ങിയതാണ് എന്നൊക്കെ പറയാം. നമുക്ക് ചില സെൻസ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ പാസ്റ്റിലെ ഏതെങ്കിലും ഒരു ഓർമ്മകളിലേക്ക് നമ്മൾ പോകും. അതിനാണല്ലോ ഈ നോസ്റ്റാൾജിയ എന്ന് പറയുന്നത്. നമുക്കൊരു ഭയങ്കര ഫീലിംഗ് ആണ്, നല്ല ഫീലിംഗ് ആണ്. ചില ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡെഫിനറ്റ്ലി ഒരു സ്മെല്ല് വെച്ചിട്ട് നമ്മൾ ആൾക്കാരെ ഇത് ചെയ്യും. ശരിയാണ്. അതൊക്കെയുള്ളൂ. ഒരു സാധാരണക്കാരൻ എന്തൊക്കെ നോസ്റ്റാൾജിയ അടിക്കുന്നു അതൊക്കെ എനിക്കും അടിക്കുന്നുണ്ട്. അതേപോലെ അഭിലാഷ് കുമാറിനും ഈ പടത്തിൽ അടിക്കുന്നുണ്ട്. ഷംസുവിന്റെ ഫസ്റ്റ് മൂവി ആണെങ്കിലും ഒരു പറയുന്നത് ഒരു ചെറുപ്പക്കാരന്റെ ഒരു മനോവിചാരങ്ങൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. അതാണോ ഈ ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം? കഥയുടെ ഒരു ഫസ്റ്റ് തോട്ട് ഐഡിയ. അപ്പൊ ജനിത്ത് എന്നോട് ആദ്യം പറയുന്നത് ഇതിന്റെ ഒരു മേജർ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ളൊരു എൻ്റെ മലപ്പുറത്ത് നാട്ടിൽ നടന്നൊരു കേസ് ഉണ്ട്, ഒരു കുഞ്ഞു സ്മഗ്ലിംഗ് കേസ്, ഒരു രസമുള്ള കേസ്. അപ്പം ആ ഐഡിയ എനിക്ക് കേട്ടപ്പം രസമായിട്ട് തോന്നി. അങ്ങനെയാണ് പിന്നീട് അതൊരു ലവ് സ്റ്റോറി ആയിട്ടൊക്കെ മാറുന്നതിന് ശേഷമാണ്. അപ്പം ഞാൻ അതിനെ കുറച്ചുകൂടെ സെറ്റ് ചെയ്ത് എൻ്റെ നാട്ടിലേക്ക് ഈ കഥയെ പ്ലേസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു കംഫർട്ട് സോൺ ആക്കിയത്. അപ്പം
അപ്പോൾ കുറച്ചുകൂടി എനിക്ക് ഈ കഥാപാത്രം റിലേറ്റബിൾ ആയി നാട്ടുകാർക്ക് കണക്ട് ആവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റി എന്നുള്ളതാണ്. ഈ ഒരു സിനിമയിലാണെങ്കിൽ കുറേയധികം ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലേ, നീരജ മാം, അങ്ങനത്തെ ഒത്തിരി ആളുകളുണ്ട്. അവരുടെ ഒപ്പമുള്ള ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സഹിച്ചേട്ടാ? ബേസിക്കലി നല്ല ഹ്യൂമൻ ബീങ്സുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴും അവരായിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം വരാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. ഇപ്പം നീരജ് ചേച്ചി ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഷീസ് എവർ സ്മൈലിംഗ്. ഷീ ഹാസ് ഓൾവേസ് ഗോട്ട് എ സ്മൈൽ ഓൺ എ ഫേസ്. ആൻഡ് എന്താണ് ഭയങ്കര രസമായിട്ടാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നതൊക്കെ. നമുക്ക് നമ്മുടെ ഒരു സ്വന്തം ചേച്ചിയെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ ഇപ്പം നമ്മൾ തൻവി എടുക്കുക, അല്ലെങ്കിൽ അർജുൻ അശോകനെ എടുക്കുക, നവാസ് വള്ളിക്കുന്ന്, ഈ കുട്ടികൾ 2 പേര്, പിന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സ്, ഈ ടീമുമായിട്ട് ഞാൻ ഓൾറെഡി ഒരു സിനിമ, ഒരു ½ ആൻ അവർ ഡ്യൂറേഷനുള്ള ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു ആന്തോളജിയിൽ. അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല ഓൾ ആർ ഗുഡ് ഹ്യൂമൻസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു സിനിമ നമുക്ക് അവരുടെ കൂടെ ചെയ്യണമെന്നൊക്കെ ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതും ഒക്കെ. ചേട്ടൻ എപ്പോഴും വെറൈറ്റി ഓഫ് കഥകൾ കേൾക്കുകയും അല്ലെങ്കിൽ അങ്ങനത്തെ ന്യൂ കമേഴ്സിനെ, അപ്പം ചേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളായതുകൊണ്ടാണോ അത് വെൽക്കമിങ് ആയിട്ട് എപ്പോഴും? തീർച്ചയായും അത് 100%. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഒരു പുതിയൊരാൾ എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ച് ഒരു കഥ പറയണമെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ കഥ കേൾക്കണം. കാരണം ഒരു മകനോ മകളോ അവരുടെ കരിയർ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ വീട്ടുകാർക്ക്, ആ അമ്മയച്ഛനെ, ഇപ്പം അഞ്ജുന് എന്നോടൊരു കഥ പറയണം. അഞ്ജുൻ്റെ അമ്മയച്ഛനെ ഞാൻ എൻ്റെ അമ്മയച്ഛനെ പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പം ഞാൻ എന്താണ് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഇത് ഡെഫിനറ്റ്ലി അഞ്ജുൻ്റെ പേരൻസിനെ പറയുമല്ലോ. ഇന്നിപ്പം ഒരു ആക്ടറുടെ ഒക്കെ ഇങ്ങനെ ആരും ആയിക്കോട്ടെ പറയാൻ പോയി എന്നുള്ളതല്ല, ഞാൻ മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ വിളിച്ചു, പക്ഷേ പുള്ളിക്ക് ടൈമില്ലെന്നാണ് പറയണത്, കേൾക്കാൻ പറ്റില്ലെന്നാണ് പറയണത്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്കും ഒരു ഭയങ്കരമായിട്ട് ഒരു ഹേർട്ട് ഫീലിംഗ് വരും. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്ക് സമയമില്ലെങ്കിൽ സമയമില്ല എന്ന് തന്നെ പറയും ഞാൻ. പക്ഷേ ഒരു ദിവസം കേൾക്കും. അത് ചിലപ്പോൾ ഇന്നായിരിക്കില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഐ വിൽ ലിസൺ ടു ദം. പിന്നെ ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇഷ്ടപ്പെടാണ്ട് വരുന്ന കഥകളും ഉണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചിലവർ പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. ചില ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്ത പോലത്തെ ചില ക്യാരക്ടേഴ്സ് ആയിരിക്കും, അതിൻ്റെയൊക്കെ ഒരു മിക്സ്ചർ ആയിരിക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്യില്ല എന്ന് പറയും. ബിക്കോസ് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു ആക്ടറാണ്. ഞാൻ ചെയ്ത പോലത്തെ ക്യാരക്ടർ ചെയ്താൽ എനിക്കത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇത് ഉറപ്പായിട്ട് റിപ്പീറ്റേഷൻ വരും, എൻ്റെ എക്സ്പ്രഷൻസിൽ ഉൾപ്പെടെ. ചില സമയത്ത് ചില ഡയറക്ടേഴ്സ്, ന്യൂ കമേഴ്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇത് മറ്റേ സിനിമയിൽ ചെയ്ത പോലത്തെ ഒരു റിയാക്ഷനാണ്, നമുക്കൊന്ന് മാറ്റി പിടിച്ചാലെന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പം അത് എൻ്റെ ലിമിറ്റേഷൻ്റെ പ്രശ്നമാണ്. ഞാൻ ആക്ച്വലി അത് ആലോചിക്കേണ്ടതാണ്, ശരിയാണ്, നമ്മളത് റിപ്പീറ്റ് ചെയ്യല്. പക്ഷേ ഈ മുഖത്തുനിന്ന് വരുന്ന എക്സ്പ്രഷൻസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അല്ലേ? ചേട്ടൻ ഭയങ്കര ചെറുതാക്കി ചേട്ടൻ തന്നെ പറയുന്നത്. അല്ല, ചെറുതാക്കി പറയല്ല, ഇത് ഫാക്റ്റാണ്. നമ്മളെ പറ്റി ഫാക്ട്സ് പറയുമ്പോഴൊക്കെ ആൾക്കാർ പറയുന്നത് ഹമ്പിളാകാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഡൗൺ. അല്ല, നിങ്ങൾ പറഞ്ഞതല്ല, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ ഇതേപോലെ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും മുമ്പിലിരുന്ന ഒരു മീഡിയ പേഴ്സണോട് പറഞ്ഞു, അത് നിങ്ങൾ ഡൗൺ ടു എർത്താൻ വേണ്ടി ശ്രമിക്കുന്നതല്ലേ എന്ന്. അപ്പോൾ അത് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാനിനി അങ്ങനെ ആലോചിച്ചിട്ടാണോ ഇത് പറഞ്ഞത്, ഞാൻ തന്നെ എന്നെ സംശയിച്ചു പോയി. പക്ഷെ അതല്ല, ഞാൻ ഫാക്ട്സ് ആണ് പറയണത്. പക്ഷേ താങ്ക് ഗോഡ്, ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആൾക്കാർ എന്നോട് കഥ പറയാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. സോ അല്ല, ആ ഒരു പോളിഷ്ഡൊക്കെ ചെറുതായിട്ടൊക്കെ ആയെന്നുള്ളത് എനിക്ക് അറിയാം കേട്ടോ. അപ്പം ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ഡൗൺ ടു എർത്ത് അല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാ. ഞാൻ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ, അതിന്റെ റിസൾട്ട് വരുന്നുണ്ടെന്നല്ലേ. അപ്പം ചേട്ടന്റെ ക്യാരക്ടേഴ്സിൽ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു അറക്കൽ അബു. ഇപ്പം ആട് 3 ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഹൗ എക്സൈറ്റഡ്, അറക്കൽ അബു ഒരു സെപ്പറേറ്റ് സിനിമയായിട്ട് ഇറങ്ങുമോ? ഹൗ എക്സൈറ്റഡ് യു ആർ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. പക്ഷെ ഇപ്പം അഭിലാഷിനെ പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ തലയിൽ. അതെ. കമ്മിങ് ടു ആട് 3 നമ്മൾ മെയിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി 2025 ക്രിസ്മസ് റിലീസ്. ഭയങ്കര രസമുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും കൂടെ ഇരുന്നാണ് സ്ക്രിപ്റ്റ് റീഡ് ചെയ്തത്. മിഥുൻ വായിച്ച് കേൾപ്പിച്ചു. ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം കോമഡി ആയിട്ടൊരു സിനിമയാണ്. പിന്നെ ഇനിയിപ്പം നമ്മൾ സ്പോട്ടിൽ ചെന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയസൂര്യയുടെ വകയും മിഥുൻ്റെ വകയും ഒക്കെ ഒരുപാട് സ്പോട്ട് ഇംപ്രവൈസേഷൻസ് ഉണ്ടാവും. ധർമ്മജനുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ എലിവേറ്റ് ആവും, കുറച്ചുകൂടെ വലുതാവും. അതെ. അങ്ങനെ അഭിലാഷം റിലീസിന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഒരു ഇപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഏതാണ്, അതൊന്ന് ഷെയർ ചെയ്യാമോ? എത്രയും പെട്ടെന്ന് ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തിയേറ്ററിൽ വന്നത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. വരുന്ന ആൾക്കാർക്ക് എന്തായാലും എൻ്റർടൈൻമെൻറ്റ് കിട്ടും. കുറേ നാളായിട്ട് നമ്മൾ
റൊമാൻറ്റിക് ലവ് സ്റ്റോറീസ് അങ്ങനെ പറയുന്നില്ല, കുറവാണ്. പാട്ടുകളൊക്കെ ഇങ്ങനെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിനിമകളിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് 4 മുഴുനില പാട്ടുകളും 2 ചെറിയ പാട്ടുകളും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 6 പാട്ടുകളുണ്ട്. നല്ല മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ്, ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. അതിൻ്റെ മെയിൻ ആളാണ് ഈ ഇരിക്കുന്ന ശ്രീഹരി പാടിയ പാട്ട് ഇപ്പം ഓൾമോസ്റ്റ് 1.9 മില്യൺ ക്രോസ്. ട്രെൻഡിങ്ങിലൊക്കെ ആയിരുന്നു ആ പാട്ടല്ലേ? അതെ, ഒരുപാട് റീൽസും ഈ പറഞ്ഞ പോലെ അതിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും സിനിമയും, അതിൻ്റെ വിഷ്വൽസും. ഇപ്പോൾ പാട്ടിൻ്റെ അകത്ത് വിഷ്വൽസ് നിങ്ങൾക്ക് കണ്ടറിയാം. അതേപോലെ തന്നെയാണ് മൊത്തം സിനിമയുടെ വിഷ്വൽസും. പിന്നെ ഉഗ്രൻ സ്ക്രിപ്റ്റിങ്ങും ഉഗ്രൻ മേക്കിങ്ങുമാണ്. ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ അല്ലെങ്കിൽ റൊമാൻറ്റിക് ലവ് സ്റ്റോറി എന്ന് പറയാം. എന്നെ സംബന്ധിച്ചതൊരു കുറേ നാളുകൾക്ക് ശേഷം ഒരു മുഴുനീള ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ചാച്ചന്റെ 51 പവന്റെ ഇടയ്ക്ക് എല്ലിയേട്ടന്റെ നെക്ലസ് മുക്കിക്കളയരെന്ന് പറയുന്ന പോലെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു വലിയ പടത്തിന്റെ ഒപ്പമാണ് നമ്മൾ അഭിലാഷം എന്ന് പറയുന്ന ഒരു പടം വന്നത്. അപ്പോൾ എന്താണ് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളിപ്പം എമ്പുരാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മുടെയും ഫസ്റ്റ് പ്രിഫറൻസ് എമ്പുരാൻ തന്നെയായിരുന്നു. ഇനിയിപ്പം എമ്പുരാൻ കണ്ട ആൾക്കാർ സമയമുണ്ടെങ്കിൽ ഒന്ന് അഭിലാഷം കൂടെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അത് മറ്റേതിന്റെ ഒരു ജോണറേ അല്ല. അപ്പൊ ഒരു ഫീൽ ഗുഡ് സിനിമ, ഒരു ലവ് സ്റ്റോറി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലേ നമ്മുടെ അഭിലാഷം വരിക, കാണുക. അതെ, പറയൂ ഡയറക്ടർ. അല്ല, നമ്മള് എമ്പുരാൻ കണ്ടിട്ട് അഭിലാഷം കണ്ടാൽ മതി എന്ന് തന്നെ നമ്മളെല്ലാവരും പറയുന്നത്. അഭിലാഷം കാണണം എന്ന് തന്നെയാണ്. അഭിലാഷം ആൾക്കാരെ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടാവുന്ന ഉറപ്പുള്ള സിനിമയാണ്. നമ്മൾ ആ കോൺഫിഡൻസിന്റെ പുറത്ത് തന്നെയാണ് സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും. അഭിലാഷം ഒരു എന്താ പറയാ, എല്ലാ രീതിയിലും ആളുകളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു സിനിമയായി മാറട്ടെ. ഇതിനുശേഷം ഒരുപാട് നല്ല ലവ് വേഷങ്ങൾ കൂടി ചേട്ടനെ തേടിയെത്തട്ടെ. ശ്രീഹരിക്കും ശ്രീഹരി ഒരു നല്ല സിംഗറാണ്, ആസ് വെൽ ആസ് ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ശ്രീഹരി എല്ലാ കുറേ വർക്കുകളിലേക്ക് എത്തിപ്പെടട്ടെ. ഷംസുവിനെ നമ്മൾ ഇനിയും പുതിയ പടങ്ങളായിട്ട് കാണാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.